ഫോർമുല 1 റേസിംഗും ഒളിമ്പിക്സിലെ 100 മീറ്റർ ഓട്ട മത്സരവും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ $1,00,000 സമ്മാന തുകയുള്ള ബീജങ്ങളുടെ ഓട്ട മത്സരം വീണ്ടും ലോകശ്രദ്ധ നേടുകയാണ്. കേൾക്കുമ്പോൾ തമാശയായി തോന്നാമെങ്കിലും 128 രാജ്യങ്ങളിൽ നിന്നുള്ള അത്ലറ്റുകൾ പങ്കെടുക്കുന്ന ഒരു ആഗോള ടൂർണമെന്റായി സ്പെയിം റേസിംഗ് മാറിക്കഴിഞ്ഞു. കഴിഞ്ഞ വർഷം ഹൈസ്കൂൾ വിദ്യാർത്ഥിയായ എറിക് ഷൂ തുടക്കമിട്ട ഈ മത്സരം ഇന്ന് നിക് സ്മോൾ, ഷെയ്ൻ ഫാൻ തുടങ്ങിയവരിലൂടെ ഒരു അന്താരാഷ്ട്ര സ്റ്റാർട്ടപ്പായി വളർന്നിരിക്കുകയാണ്. മത്സരാർത്ഥികൾ നൽകുന്ന സാമ്പിളുകൾ അത്യാധുനിക ലാബുകളിൽ പരിശോധിച്ച് വൃത്തിയാക്കുന്നു. പിന്നീട് മൈക്രോസ്കോപ്പിംഗ് ട്രാക്കുകളിലൂടെ ഇവയെ കടത്തിവിടും. ബീജങ്ങളെ 100 തവണ വലുതാക്കി ചിത്രീകരിച്ച ശേഷം 3D ആനിമേഷൻ സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെയാണ് റേസിംഗ് വീഡിയോയായി സംപ്രേഷണം ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം നടന്ന മത്സരത്തിൽ ലോസ് ആഞ്ചലസിലെ കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ സാമ്പിളുകളാണ് ഉപയോഗിച്ചത്. ട്രിസ്റ്റൻ എന്ന വിദ്യാർത്ഥിയുടെ ബീജമായിരുന്നു അന്ന് വിജയിച്ചത്. യൂട്യൂബിൽ ലൈവ് സ്ട്രീം ചെയ്ത ഈ മത്സരം 1,00,000-ലധികം ആളുകളാണ് തത്സമയം കണ്ടത്. 18 വയസ്സ് പൂർത്തിയായവർക്ക് മാത്രമേ പങ്കെടുക്കാൻ അനുവാദമുള്ളൂ. കൂടാതെ ലൈംഗികമായി പകരുന്ന രോഗങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഒരു രാജ്യത്തെ പ്രതിനിധീകരിക്കണമെങ്കിൽ മത്സരാർത്ഥിയോ മാതാപിതാക്കളോ അവിടെ ജനിച്ചവരായിരിക്കണം, അല്ലെങ്കിൽ ആ രാജ്യത്തെ പൗരത്വമുള്ളവരായിരിക്കണം എന്നതാണ് നിയമം. ഇങ്ങനെയൊരു മത്സരം നടത്താൻ സംഘാടകർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന കാരണം സ്പേം കൗണ്ടിലുണ്ടായ കുറവാണ്. കഴിഞ്ഞ 50 വർഷത്തിനിടെ പുരുഷന്മാരിലെ ബീജങ്ങളുടെ എണ്ണം പകുതിയായി കുറഞ്ഞുവെന്ന് ഇവർ അവകാശപ്പെടുന്നു. ലോകം ഒരു പ്രത്യുൽപാദന പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണെന്നും ഇതിനെക്കുറിച്ച് യുവാക്കളിൽ അവബോധം വളർത്താനാണ് തങ്ങൾ ഈ സ്പോർട്സ് രീതി തിരഞ്ഞെടുത്തതെന്നും എറിക് ഷൂ വ്യക്തമാക്കുന്നത്. ഒരു മൈക്രോസ്കോപ്പിംഗ് ട്രാക്കിൽ ബീജം വേഗത്തിൽ ഓടി എന്നതുകൊണ്ട് മാത്രം ഒരാൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ എളുപ്പമാണെന്ന് അർത്ഥമില്ല. ബീജത്തിന്റെ ഘടന, DNA എന്നിവയാണ് പ്രധാനം. വേഗത്തിലോടുന്ന ബീജത്തിന് വൈകല്യങ്ങൾ ഉണ്ടാകാം. ബീജങ്ങളുടെ എണ്ണം കുറയുന്നു എന്ന വാദത്തിൽ ശാസ്ത്രജ്ഞർക്കിടയിൽ ഇപ്പോഴും തർക്കമുണ്ട്. എല്ലാ രാജ്യങ്ങളിലും ഒരേ രീതിയിലല്ല ഈ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. അതിനാൽ ഇതൊരു സാർവത്രിക വംശനാശ ഭീഷണിയായി ചിത്രീകരിക്കുന്നത് അമിത പ്രചാരണമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മൈക്രോസ്കോപ്പിംഗ് ദൃശ്യങ്ങളെ 3D ആനിമേഷൻ ഉപയോഗിച്ച് മിനുക്കിയെടുക്കുമ്പോൾ അത് യാഥാർത്ഥ്യത്തെക്കാൾ ഒരു വീഡിയോ ഗെയിം പോലെ മാറുകയാണ്. ഇത് ശാസ്ത്രീയമായ പഠനത്തെക്കാൾ ഉപരി ഒരു എന്റർടൈൻമെന്റ് ഷോ മാത്രമായി ചുരുങ്ങുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ടൈഗ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യൂ.